വെളിച്ചമാണ് തിരുദൂതർ. പുസ്തക വായന. രചന GK എടത്തനാട്ടുകര. പ്രസാധനം ഡയലോഗ് സെന്റർ കേരള. വിതരണം IPH ബുക്സ്. ആ മനുഷ്യൻ ജനിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിലെ മക്കയിലാണ് മുഹമ്മദ് ജനിച്ചത്. ഭൂമിശാസ്ത്രപരമായി ഭൂഖണ്ഡങ്ങളുടെ ഏതാണ്ട് മധ്യത്തിലാണ് മക്ക. മക്ക കേന്ദ്രീകരിച്ച് ഒരു വൃത്തം വരച്ചാൽ അത് എല്ലാ വൻകരകളെയും സ്പർശിക്കും. പിറവി. അറേബ്യയിലെ ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലാണ് മുഹമ്മദ് പിറന്നത്. ഹിജ്റയ്ക്ക് മുമ്പ് അറബി വർഷം 53 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലർച്ചയ്ക്കായിരുന്നു ജനനം. CE 571 ഏപ്രിൽ 20. പിതാവ് അബ്ദുള്ള, ഖുറൈശികളുടെ നേതാവായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ മകനും മാതാവ് ആമിന സഹ്റ വംശത്തിന്റെ നേതാവായിരുന്ന വഹബ് ഇബ്നു അബ്ദുമനാഫിന്റെ മകളുമായിരുന്നു. അബ്ദുള്ളക്ക് ആമിനയോടൊപ്പം അധികകാലം ജീവിക്കാൻ കഴിഞ്ഞില്ല. ആമിന ഗർഭിണിയായിരിക്കെയാണ് അബ്ദുള്ള മരണപ്പെടുന്നത്. ഷാമിലെ, അതായത് ഇപ്പോഴത്തെ ഫലസ്തീനിലെ ഗസയിൽ കച്ചവടാവശ്യാർത്ഥം പോയതായിരുന്നു അബ്ദുള്ള. മക്കയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ രോഗബാധിതനായി. അങ്ങനെ ആമിനയുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ കഴിയാതെ മദീനയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. ആമിന ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് പേരക്കുഞ്ഞിനെയുമെടുത്ത് കഅബയിൽ പോയി. അവിടെ വെച്ച് മുഹമ്മദ് എന്ന് പേര് വിളിച്ചു. സ്തുതിക്ക് അർഹനായിട്ടുള്ളവൻ എന്നാണ് മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് കുലീന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ ഏതെങ്കിലും സ്ത്രീകളെ ഏർപ്പെടുത്തുമായിരുന്നു. അതനുസരിച്ച് മുഹമ്മദിന് മുലയൂട്ടാൻ ഹലീമ എന്ന വനിതയെ ചുമതലപ്പെടുത്തി. മുഹമ്മദിന് 6 വയസ്സ് പ്രായമായപ്പോൾ മാതാവ് ആമിനയും മരണപ്പെട്ടു. അനാഥനായ മുഹമ്മദിന്റെ സംരക്ഷണ ചുമതല പിന്നീട് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. 1 വർഷത്തിന് ശേഷം അദ്ദേഹവും മരണപ്പെട്ടു. അനാഥത്വത്തിന്റെ എല്ലാ കയ്പുനീരും കടിച്ചിറക്കിക്കൊണ്ടാണ് മുഹമ്മദ് വളർന്നത്. അനാഥബാലന്റെ നെറുകയിൽ ചുംബിച്ച് നീ അനാഥനല്ല എന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തെ പറയാൻ പ്രേരിപ്പിച്ചതിൽ ഈ തീഷ്ണമായ അനുഭവങ്ങൾക്കും പങ്കുണ്ടാവാം. മനുഷ്യ മനസ്സുകളിലെ മാനുഷികത മാറ്റുരയ്ക്കപ്പെടുക തീഷ്ണാനുഭവങ്ങളിൽ നിന്നാണ്. തീഷ്ണമായ തീച്ചൂടിൽ ഊതിക്കാച്ചുമ്പോൾ പൊന്നിന്റെ തിളക്കം കൂടും പോലെ, ചതക്കും തോറും ചന്ദനത്തിന്റെ സുഗന്ധം കൂടും പോലെ. മാനുഷികതയുടെ പൂർത്തീകരണത്തിനു വേണ്ടി നിയോഗിക്കാൻ പോകുന്ന ഒരാളെ ദൈവം പാകപ്പെടുത്തുക പൂമാലയിട്ടിട്ടോ പൂമത്ത വിരിച്ചിട്ടോ അല്ല എന്നും മനസ്സിലാക്കാം. ഏതായാലും പിന്നീട് പിതൃവ്യനായ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് മുഹമ്മദ് വളർന്നത്. വാത്സല്യനിധിയായ അബൂ താലിബിന് സഹോദരപുത്രനെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പോകുന്നിടത്തെല്ലാം കയ്യും പിടിച്ച് മുഹമ്മദും ഉണ്ടാകുമായിരുന്നു. സ്വന്തം മകനെ പോലെയാണ് അബൂ താലിബ് മുഹമ്മദിനെ കണ്ടതും പരിപാലിച്ചതും. വ്യക്തിത്വം. മുഹമ്മദിന്റെ വ്യക്തിത്വം ആരെയും ആകർഷിക്കുന്നതായിരുന്നു. കാണുന്നവൻ ഒറ്റനോട്ടത്തിൽ ഭ്രമിച്ചു പോകും എന്ന് പ്രവാചക ശിഷ്യൻ അലി പറയുന്നുണ്ട്. ചുവപ്പ് കലർന്ന വെളുപ്പു നിറമായിരുന്നു. വിസ്താരമുള്ള മുഖം, സമനിരപ്പായതും കനം കുറഞ്ഞതുമായ കവിൾത്തടം, ഉയർന്ന മൂക്ക്, വിശാലമായ നെറ്റിത്തടം, കറുത്ത കൃഷ്ണമണികളും നീണ്ട കൺകോണുകളും, നീണ്ട് കമാനാകൃതിയിലുള്ള മനോഹരമായ പുരികങ്ങൾ, ലജ്ജാഭാവത്തോടുകൂടിയുള്ള പതിഞ്ഞ നോട്ടം, ഇടതൂർന്നതും വെണ്മയുള്ളതുമായ പല്ലുകൾ, മനോഹരമായി കടഞ്ഞെടുത്ത ശില്പം പോലെ തോന്നിക്കുന്ന നീണ്ടുമെലിഞ്ഞ കഴുത്ത്, മിതമായ വലുപ്പമുള്ള ശിരസ്,
അല്പം ചുരുണ്ട ഇടതൂർന്ന മുടി, മുറ്റിത്തഴച്ച താടിരോമം, ഒത്ത ഉയരം, കരുത്തും ബലവുമുള്ള ശരീരം, മാറിൽ നനുത്ത രോമങ്ങൾ, വിടർന്ന നെഞ്ചും ചുമലുകളും, മനോഹരമായ അംഗപ്പൊരുത്തം, ആകർഷകമായ നടത്തം, ഘനഗാംഭീര്യമുള്ളതും എന്നാൽ മിതവും പതിഞ്ഞതുമായ സ്വരം, വ്യക്തവും മധുരോദാരവുമായ വാക്ക്, ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെയുള്ള സംസാരം. ഇങ്ങനെയൊക്കെയായിരുന്നു മുഹമ്മദ്. ഉറുദു കവി സഗീർ നിസാമി മുഹമ്മദ് നബിയെപ്പറ്റി പറഞ്ഞത്, അടിമുടി സൗന്ദര്യമാണ് നബി, സ്നേഹത്തിൻ്റെ ഉടൽ രൂപം എന്നാണ്. കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ നബിവർണ്ണനയിലും ഒരു മഹാമനുഷ്യനെ വായിച്ചെടുക്കുന്നതായി കാണാം. അൽ അമീൻ, സത്യപ്രബോധകൻ സത്യസന്ധനാവണം. മനുഷ്യർക്കിടയിൽ തർക്കസാധ്യതയില്ലാത്ത ഒരു സത്യമാണത്. മുഹമ്മദ് ചെറുപ്പം മുതൽ തന്നെ സത്യസന്ധനായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലുമുള്ള ആത്മാർത്ഥത, പെരുമാറ്റത്തിലെ നിഷ്കളങ്കത തുടങ്ങിയ സ്വഭാവ ഗുണങ്ങൾ കാരണം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയുമെല്ലാം സ്നേഹഭാജനമായി മുഹമ്മദ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ എന്ത് ത്യാഗവും ചെയ്യും. സത്യസന്ധമായ വാക്കും ശരിയായ പ്രവൃത്തിയും കൊണ്ട് മുഹമ്മദ് ജനഹൃദയങ്ങളെ കവർന്നു. അങ്ങനെ അവർ മുഹമ്മദിനെ അൽ അമീൻ എന്ന് ഓമനപ്പേരിട്ട് വിളിച്ചു. അൽ അമീൻ എന്നാൽ വിശ്വസ്തൻ എന്നാണ് അർത്ഥം. മാത്രമല്ല മുഹമ്മദിന്റെ സത്യസന്ധത മനസ്സിലാക്കിയ ജനം സ്വാദിഖ് എന്നും വിളിച്ചിരുന്നു. സ്വാദിഖ് എന്നാൽ സത്യസന്ധൻ എന്നാണ് അർത്ഥം. വിവാഹം. മുഹമ്മദിന് നല്ല ഒരു തൊഴിൽ വേണമെന്ന് പിതൃവ്യനായ അബൂ താലിബ് ആഗ്രഹിച്ചു. ആ സമയത്താണ് ഖദീജ എന്ന വിധവ കച്ചവടത്തിൽ തന്നെ സഹായിക്കാൻ ആളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഖദീജ മക്കയിൽ താമസിച്ചിരുന്ന ഖുറൈശി വംശത്തിൽപ്പെട്ട ഒരു ധനികയായിരുന്നു. ബുദ്ധിമതിയും അതോടൊപ്പം സ്നേഹശീലയുമായിരുന്നു അവർ. അബൂ താലിബിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് ഖദീജയെ കച്ചവടത്തിൽ സഹായിക്കാൻ തീരുമാനിച്ചു. ഖദീജയുടെ വ്യാപാര കാര്യസ്ഥനായി അദ്ദേഹം ചുമതലയേറ്റു. അങ്ങനെ സത്യസന്ധനും വിശ്വസ്തനുമായ മുഹമ്മദിന്റെ മേൽനോട്ടത്തിൽ ഖദീജയുടെ കച്ചവടം മികവുറ്റതായി. മുഹമ്മദിന്റെ കഴിവ് മാത്രമല്ല, സത്യസന്ധതയും ഉത്തരവാദിത്വ ബോധവും കൂടിയാണതിൻ്റെ പിന്നിൽ എന്ന് ഖദീജയ്ക്ക് ബോധ്യമായി. 40 വയസ്സ് പ്രായമുള്ള ഒരു വിധവയായിരുന്നു ഖദീജ. മുഹമ്മദ് വിശ്വസ്തൻ മാത്രമല്ല, നല്ല ഒരു സുഹൃത്തു കൂടിയായി മാറി. അങ്ങനെ മുഹമ്മദിന്റെ സത്യസന്ധതയിലും സൽസ്വഭാവത്തിലും കഴിവിലും മികവിലും ആകൃഷ്ടയായ ഖദീജ മുഹമ്മദിനോട് വിവാഹാഭ്യർത്ഥന നടത്തി. മുഹമ്മദിനും താൽപ്പര്യമായി. ബന്ധുക്കളോട് ആലോചന നടത്തി. ശേഷം രക്ഷാകർത്താവായ അബൂ ത്വാലിബിന്റെ ആശീർവാദത്തോടെ മുഹമ്മദ് ഖദീജയെ വിവാഹം കഴിച്ചു. അന്ന് മുഹമ്മദിന് 25 വയസ്സായിരുന്നു. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. സാമ്പത്തിക സ്ഥിതിയും സമൂഹത്തിലെ സ്ഥാനവും ഉയർന്നു. മുഹമ്മദിന് ഖദീജയിൽ സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ എന്നീ 4 പെൺമക്കളും ഖാസിം, അബ്ദുള്ള എന്നീ 2 ആൺമക്കളുമുണ്ടായി. ആൺമക്കൾ ചെറുപ്പത്തിലെ മരണമടഞ്ഞു. ഒരു തർക്കം തീർക്കൽ. മക്കയിലെ കഅബാലയം അറബികളുടെ മുഖ്യ ആരാധനാ കേന്ദ്രമായിരുന്നു. ഏകദൈവാരാധനയ്ക്കായി ഭൂമിയിൽ നിർമ്മിച്ച ആദ്യ ഭവനമാണത്. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും നമസ്കാരത്തിനായി തിരിഞ്ഞു നിൽക്കുന്നത് അവിടേക്കാണ്. കാറ്റും മഴയും മറ്റു കാരണമായി പലപ്പോഴും കഅബാലയത്തിന് കേടുപാടുകൾ വരാറുണ്ട്. നൂഹ് നബിയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബാലയം പുതുക്കിപ്പണിതു. കടുത്ത ചൂടും ശക്തിയായ മഴയുമേറ്റ് കഅബയുടെ ചുമരുകൾ പിന്നെയും തകർന്നു. കഅബ പുതുക്കിപ്പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ഖുറൈശികൾ 4 വിഭാഗമായി പിരിഞ്ഞു. ഓരോ ചുമരിന്റെയും നിർമ്മാണം ഓരോ വിഭാഗം ഏറ്റെടുത്തു. ചുമരുകളുടെ പണി തീർന്നു. അതോടെ അവർക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു. ഹജറുൽ അസ്വദ് ആരാണ് കഅബയിൽ സ്ഥാപിക്കുക? ഇബ്രാഹിം നബി കഅബ പുതുക്കിപ്പണിയുമ്പോൾ കിഴക്കേ മൂലയിൽ സ്ഥാപിച്ച കല്ലാണ് ഹജറുൽ അസ്വദ്. കറുത്ത കല്ല് എന്നാണ് അതിൻ്റെ അർത്ഥം.
അത് വിഗ്രഹമോ പ്രതിഷ്ഠയോ അല്ല. കാരണം നിർമ്മിക്കപ്പെട്ട വസ്തുവിന്റെ പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാവാറില്ല. ആ കല്ലിനെ ആരും ആരാധിക്കാറുമില്ല. മഹാനായ പൂർവ പ്രവാചകൻ ഇബ്രാഹിം നബി സ്ഥാപിച്ച കല്ല് എന്ന ചരിത്ര പ്രാധാന്യമാണ് അതിനുള്ളത്. ഹജ്ജിന്റെ ഭാഗമായി കഅബയെ 7 പ്രാവശ്യം ചുറ്റൽ ആരംഭിക്കുന്നതിനുള്ള അടയാളമാണത്. തർക്കം 4-5 ദിവസത്തോളം തുടർന്നു. ഒടുവിൽ അബൂ ഉമയ്യ എന്ന വൃദ്ധനായ നേതാവ് ഒരു നിർദ്ദേശം വെച്ചു. സഫാ കുന്നിന്റെ വഴിയിലൂടെ ആദ്യം വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കാം. ആ നിർദ്ദേശം തീരുമാനമായി. കാത്തിരുന്ന അവർ കണ്ടത് മുഹമ്മദ് ആ വഴിയിലൂടെ കടന്നു വരുന്നതാണ്. അങ്ങനെ മുഹമ്മദിനെ അവർ മധ്യസ്ഥനാക്കി. തർക്കത്തിന്റെ മർമ്മം മനസ്സിലാക്കിയ മുഹമ്മദ് ഒരു തുണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തുണി നിലത്തു വിരിച്ച് അതിലേക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. ശേഷം ഓരോ ഗോത്രത്തിന്റെയും നേതാക്കളോട് തുണിയുടെ 4 മൂലകളിൽ പിടിച്ചുയർത്താൻ ആവശ്യപ്പെട്ടു. ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹം അതെടുത്ത് അതിന്റെ സ്ഥാനത്ത് സ്ഥാപിച്ചു. നാടിനെ രക്തരുക്ഷിതമായ ഒരു കലാപത്തിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു. അങ്ങനെ സൽസ്വഭാവം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മുഹമ്മദ് നയതന്ത്രം കൊണ്ട് നായകസ്ഥാനത്തേക്കുയർന്നു. നന്ദി.